ഇത് വളരെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ആണ് പിണറായി വിജയൻ കേരളത്തിൽ സോളിഡ് എവിഡൻസ് ഇല്ല. അതിന്റെ പ്രശ്നം കേന്ദ്ര കുറ്റാന്വേഷണ അല്ല, കേരളത്തെ സംബന്ധിച്ച് ഏത് എവിഡൻസ് വന്നാലും മാറ്റിമറിക്കത്തക്ക രീതിയിൽ വളരെ പ്രബലരാണ് കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാർ. കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിയാണ് അന്വേഷിക്കുന്നത്. ഇത് കേന്ദ്രത്തിന്റെ മാത്രം പണിയാണെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ മാത്രം പണിയാണ്. അല്ല ഞാൻ പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള താല്പര്യമാണ് ഘടകം. ജനങ്ങളെ താല്പര്യം കൊണ്ട് കേരളത്തിൽ ജനങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു. ഇപ്പൊ വയനാട്ടിലെ ദുരന്തം ഉണ്ടായി. വയനാട്ടിലെ ദുരന്തത്തിനകത്ത് അല്ല, ഞാൻ അതിന്റെ തുടർച്ചയായിട്ട് പറയട്ടെ. ഭൂമി അനുവദിച്ചു, സർക്കാർ കെട്ടിടങ്ങൾ പണിതു, പ്രതിപക്ഷം പണപ്പിരിവ് നടത്തിയില്ലേ? ആ പണപ്പിരിവ് സ്ഥലം വാങ്ങിച്ചോ? അവിടെ കെട്ടിടം ഉണ്ടായില്ലല്ലോ. ഒരു കുറ്റം ഉണ്ടെന്ന് FCRA ലംഘനമാണെന്നും FCRA ലംഘനം നടത്തി യൂണിടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പണം വരുത്തി എന്നുള്ളത് പിണറായി വിജയനാണ്. ആ സംഭവത്തിൽ നമ്മൾ അതിലേക്ക് കടക്കാം. അതിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്ത മറ്റു രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു. മാസങ്ങളോളം അവർ ജയിലിൽ കടന്നു. പക്ഷെ യഥാർത്ഥ കുറ്റവാളിയായ കൃത്യമായ രേഖകളുള്ള പിണറായി വിജയനെ ഇന്നേ വരെ ചോദ്യം ചെയ്തു. കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ നോക്കിയാലേ അന്യ സംസ്ഥാനങ്ങളിലെ എല്ലാ സ്ഥലത്തെയും മുഖ്യമന്ത്രിമാരെ തമിഴ്നാട്ടിലെ ജയലളിതയും കെ കരുണാനിധിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ലലു പ്രസാദിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ബംഗാളിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. UP യിലും രാജസ്ഥാനിലും എല്ലാ സ്ഥലത്തും അറസ്റ്റ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ പറ്റുമോ?